എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോയിൽ നാർസിസ്റ്റിക് അബ്യൂസ് അനുഭവിക്കുന്ന ആളുകൾക്ക് സാധാരണഗതിയിൽ ശാരീരികമായും മാനസികമായും ബിഹേവിയറലായും എല്ലാം വരുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നാർസിസം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അവർ ഉള്ള വീടുകളിൽ, അവരുമായി അടുപ്പമുള്ള ആളുകളിൽ അവർ എങ്ങനെയാണ് ഈ ആളുകളുമായി പെരുമാറുന്നത്, എങ്ങനെയാണ് ഇവരെ വളരെയധികം ഓവർവെൽമിംഗ് ആയി മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുന്നത് എന്നുള്ളത് ആ ഒരു വിഷയം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അത് മറ്റ് വീഡിയോകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ നാർസിസ്റ്റിക് ആയ ആളുകളുടെ കൂടെ ഇടപഴകുന്ന ആളുകൾക്ക് നാർസിസ്റ്റിക് അബ്യൂസ് സിൻഡ്രോം എന്ന് പറയുന്ന കുറേയധികം ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. അതെന്തെല്ലാമാണ് എന്ന് നോക്കാം. ഇതിൽ പ്രധാനമായും 4 തരമായി തിരിച്ചിരിക്കുന്നു. ഫിസിക്കൽ, ബിഹേവിയറൽ, എമോഷണൽ, അതേപോലെ കോഗ്നിറ്റീവ് എന്ന് 4ആയി തിരിച്ചിട്ടുണ്ട്. ഫിസിക്കലായി അവർക്ക് അങ്ങേയറ്റം ലോ എനർജി ഫീൽ ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നു, ക്ഷീണം ഫീൽ ചെയ്യുന്നു, എക്സോസ്റ്റായി അനുഭവപ്പെടുന്നു, പെട്ടെന്ന് ഇറിറ്റേറ്റ് ആകുന്ന സാഹചര്യം അവർക്കുണ്ടാകുന്നു. ഇതെല്ലാം ആണ് ഫിസിക്കലായിട്ടുള്ള ലക്ഷണങ്ങൾ. ഇനി ബിഹേവിയറലായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെരുമാറ്റ രീതിയിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൂട്ടുകാരിൽ നിന്നും അകന്നു നിൽക്കുക, സോഷ്യൽ സാഹചര്യങ്ങളിൽ പരമാവധി ഇവരെ ഡിറ്റാച്ച് ചെയ്യുക, സ്വയം ഡിറ്റാച്ച് ചെയ്ത് ഒറ്റയ്ക്ക് കഴിയുവാനുള്ള ഒരു ആസക്തി ഇവരിൽ പൊതുവെ കാണപ്പെടാറുണ്ട്. സോഷ്യൽ ആക്ടിവിറ്റീസിൽ പോകണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഇവർക്കൊരു താല്പര്യമില്ലായ്മ, അത്തരം സാഹചര്യങ്ങൾ വേണ്ട എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു ചിന്ത ഇവർക്ക് എപ്പോഴും ഉണ്ടാകുന്നു. അതിലേക്ക് പോകില്ല എന്നർത്ഥം. മറ്റുള്ളവരെ, അതായത് കൂട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ഇവരിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരു പെരുമാറ്റം ഇവരൊരു പക്ഷേ കാണിച്ചേക്കാം. ഇനി ഇമോഷണലായ ലക്ഷണങ്ങൾ, വൈകാരികമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അങ്ങേയറ്റം ഹെൽപ്ലെസ് ആയി, ഹാപ്പ്ലെസ് ആയി, എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്കൊന്നിനും കഴിയില്ല എന്നിവർ ഫീൽ ചെയ്തേക്കാം. സ്വന്തം വൈകാരികമായ ആവശ്യങ്ങളെ അങ്ങേയറ്റം നെഗ്ലക്റ്റ് ചെയ്യാം, അത് വേണ്ടെന്ന് വെക്കാം, അതിനെ അവഗണിക്കാം. സ്വയം എപ്പോഴും ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത അവർക്കുണ്ടാവാം. വൈകാരികമായി പലതരത്തിലുള്ള കൺഫ്യൂഷൻസും അവർക്കുണ്ടാവാം. ഇനി കോഗ്നിറ്റീവ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ, അതായത് ചിന്താ രീതിയിലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അവർ അങ്ങേയറ്റം ക്ലൗഡി ആയി ഫീൽ ചെയ്യാം. അവരുടെ ചിന്താശേഷി വളരെയധികം കുറഞ്ഞ പോലെ അവർക്ക് ഫീൽ ചെയ്യാം. പലപ്പോഴും എനിക്ക് മാനസികമായ ഒരു പ്രശ്നമുണ്ട്, മാനസിക നില തകരാറിലായിരിക്കുന്നു എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കാം. പല ചിന്തകളിലും ഇവരെ നാർസിസ്റ്റിക്കായി ഉപദ്രവിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവർക്ക് ചിന്തകൾ വരാം. അവർ നല്ലവരാണ് എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. അവരെക്കുറിച്ച് എപ്പോഴും മോശമായി ചിന്തിക്കുകയും നെഗറ്റീവായി ചിന്തിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യവും ഇവർക്കുണ്ടാവും. ഇതാണ് ഞാൻ പറഞ്ഞ 4 പ്രധാനപ്പെട്ട ബോക്സിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, 4 പ്രധാനപ്പെട്ട അംബ്രല്ല, അതിനകത്തുള്ള ലക്ഷണങ്ങൾ: ശാരീരികം, മാനസികം, വൈകാരികം, അതേപോലെ തന്നെ ബിഹേവിയറൽ. ഈ 4 ലക്ഷണങ്ങൾ, 4 തരത്തിലുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ നാർസിസ്റ്റിക് ബിഹേവിയർ അനുഭവിക്കുന്ന, അതിനെ ഫേസ് ചെയ്യുന്ന, അവരുടെ കുടുംബത്തിലോ അവരുടെ കൂട്ടുകാരിലോ ആർക്കെങ്കിലും നാർസിസ്റ്റിക് ബിഹേവിയർ പാറ്റേൺ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെങ്കിൽ ആ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ ഇവരോട് പെരുമാറുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള പെരുമാറ്റ രീതി കാരണം ഇവർക്കുണ്ടാകുന്ന ശാരീരിക മാനസിക ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവയ്ക്ക് പൊതുവെ മരുന്ന് ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ബിഹേവിയറൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ, ബിഹേവിയറൽ തെറാപ്പി കൊണ്ട് തന്നെ ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം ആവശ്യമായി വരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ഇവർ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുമായി അടുത്തിടപഴകുന്നവരാണെങ്കിൽ ഇവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്ന് എനിക്ക് തോന്നുന്നു. ഈ വീഡിയോ അങ്ങനെയുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്നോട് സംശയങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം.